ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ രണ്ട് റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ രണ്ട് അച്ചാറിൻ്റെ റെസിപ്പീസാണ് കേട്ടോ. ഒന്ന് ഇതാ ഈ കാണുന്ന കൈപ്പക്ക അച്ചാറും പിന്നെ ഇതാ ഈ കാണുന്ന നെല്ലിക്ക അച്ചാറുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. നെല്ലിക്ക ഇതാ ഉപ്പിലിട്ട് വെച്ചത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ഉലുവയൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയും കൈപ്പക്ക അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനുമാണ് കേട്ടോ. രണ്ടും രണ്ട് സ്ഥലത്തുനിന്ന് ഉണ്ടാക്കുന്ന അച്ചാറാണ്. അതിനുശേഷം നമ്മളെ പാൻ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളെ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി നമുക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്ന വരാം കേട്ടോ. പിന്നെ അമ്മ ഇത് അതിൻ്റെ അകത്തേക്ക് നമ്മളെ മുളക് പൊടി, ഇത് നമ്മളെ കാശ്മീരി മുളകില്ലേ ആ മുളക് പൊടിയാണ് ഇപ്പം ചേർത്ത് കൊടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാണ്ട് എല്ലാവരും നോക്കണം കേട്ടോ. അപ്പം എന്താ അതിൻ്റെ ഒരു പച്ചമണം പച്ചക്കുത്തെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇതാ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉലുവയില്ലേ അത് ചെറുങ്ങനെ പൊടിച്ചതും അതുപോലെ തന്നെ കടുകൊന്ന് പൊടിച്ചതുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് അമ്മ നെല്ലിക്ക ഇടുന്ന സമയത്ത് നെല്ലിക്ക എടുത്ത വെള്ളമില്ലേ അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സാക്കി എടുക്കുക. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ നല്ലപോലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി അച്ചാറാണ്. അപ്പം ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ നെല്ലിക്കച്ചാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സാധനങ്ങളെല്ലാം മുറിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആക്കൽ നമുക്ക് ചടപടയെന്ന് പറഞ്ഞിട്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കൈപ്പക്ക അച്ചാറിലേക്ക് കടക്കാം. കൈപ്പക്ക അച്ചാർ ഇതാ തലശ്ശേരിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പൊതുവേ ഞാൻ അച്ചാർ അങ്ങനെ ഉണ്ടാക്കലില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് കരിഞ്ഞു പോക്കായിരുന്നു. ഇപ്പോൾ ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കൈപ്പൊക്കെ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം കൈപ്പൊട്ടും ഉണ്ടാവരുത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ചധികം ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 20 മണിക്കൂർ അങ്ങനെ നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ. കയ്പ്പക്ക അവിടെ നിന്നുകൊണ്ട് വീട്ടിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പം വറവാക്കിയിട്ടും കറി വെച്ചിട്ടും കഴിക്കുന്നില്ല, ഒരു വെറൈറ്റിക്ക് അച്ചാറാക്കാമെന്ന്. അപ്പം അച്ചാറാക്കാൻ തോന്നാനുള്ള വേറൊരു കാരണം എന്താ വെച്ചാൽ മുന്നേ ഒരു ദിവസം അവിടെ നിന്ന് ആൻറ്റി വയ്ക്കാൻ നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് കയ്പ്പയ്ക്കാന്നേ പറയൂലായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇതിപ്പം ഉണ്ടാക്കി വന്നപ്പോൾ ചെറിയൊരു കയ്പ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേങ്കിൽ തീരെ നമുക്ക് കൂട്ടാൻ പറ്റാത്തത്ര കയ്പ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മളതങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ നേരത്തെ നമ്മൾ നെല്ലിക്കച്ചാറിലിട്ട പോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ച് സമയം നമ്മൾ വെക്കുമ്പം തന്നെ അതിൻ്റെ അകത്ത് നിന്ന് എല്ലാ വെള്ളവും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവുമേ. അപ്പം ഞാനിങ്ങനെ വേറെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കഴിക്കാൻ പാടില്ല, ഇതിൻ്റെ എല്ലാ സത്തും പോയി കഴിഞ്ഞിട്ട് ഇത് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ വെറുതെ നമുക്കൊരു പൂതിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുവാണ്. കൈനെ കൊണ്ട് തന്നെ അല്ലാണ്ട് വേറൊരു വഴി എനിക്ക് പിഴിയാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പിഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിഴിയുന്ന വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ ആക്കാണ്ട് വേറെ പാത്രത്തിലാക്കിയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ലാസ്റ്റ് ഇട്ടുന്ന കുറച്ച് സംഭവങ്ങൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടും, അതാണ് കേട്ടോ. കയ്പ്പക്ക ഞാൻ പൊതുവെ എങ്ങനെ വെച്ചാലും കൂട്ടലുണ്ട് കേട്ടോ. അതായത് കറി വെച്ചിട്ടായാലും വറവാക്കിയിട്ടായാലും ഇപ്പം അച്ചാറായാലും നമ്മളെ കൊണ്ടാട്ടായാലും എല്ലാം എനിക്ക് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. നിന്നാണ്ടൊന്നും കയ്പ്പയ്ക്കൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പം നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ.
ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലാസ്റ്റത്തെ കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി വെക്കാനായിരുന്നു പിന്നെയും പണിയുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ അരിപ്പ വെച്ച് അരിക്കാൻ അങ്ങനെയൊന്നും നിന്നില്ല, ഞാൻ തന്നെ വെറുതെ ഇങ്ങനെ കോരിയെടുത്ത് അതിൻ്റെ വെള്ളം കളഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചത്. അതായത് ഇനി നമുക്കിത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. പൊരിയാന്ന് വെച്ചാൽ ഈ കറുമുറയാക്കി പൊരിച്ചെടുക്കലല്ല, നമ്മൾ അച്ചാറിനെല്ലാം പാകത്തിനുള്ളത് പോലെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊരിച്ചെടുക്കുക, അങ്ങനെ ഉദ്ദേശിച്ചേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ നല്ലെണ്ണ ആകുമ്പോൾ ഒരു സുഖമില്ല അത് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓർത്തത് വെളിച്ചെണ്ണയും ഒഴിച്ചാൽ മതിയായിരുന്നു, വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെളിച്ചെണ്ണയും അതിൻ്റെ അകത്ത് ഒഴിച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പം വളരെ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ഇത്തിരി സമയം എടുത്തിട്ട് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം ഇതിങ്ങനെ കളർ മാറിയിട്ട് ഈ ഒരു കളറായിട്ട് വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്കിയുള്ള എണ്ണ പിന്നെ എടുക്കുന്നില്ല, കാരണം അതിൻ്റെ അകത്ത് ഒരു കയ്പ്പ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് എടുക്കാത്തതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ പുതിയ എണ്ണ എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി കഴുകിയിട്ടില്ല, ആ ഈ എണ്ണ മാറ്റിയിട്ട് കുറച്ച് പുതിയ നല്ലെണ്ണ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മൾ ഉലുവയും കൂടി പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില ഇതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ പോയി ഒന്ന് മൂത്ത് വരുന്നത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നേരം നല്ലോണം ഇളക്കുക. ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചാട്ടോ, അല്ലെങ്കിൽ ഞാൻ പണ്ട് ഉണ്ടാക്കുന്നത് പോലെ കരിഞ്ഞു പോകും. ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ പല അബദ്ധങ്ങളും പറ്റും. പണ്ട് നിന്നാണ് വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അമ്മേൻ്റെ അതിന് ചീത്ത കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ആക്കലില്ല അച്ചാർ. അപ്പോൾ ഇവിടുന്ന് പിന്നെ നിന്നാണ്ടാണ് അമ്മ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പൂതിക്ക് ഞാൻ ആക്കി നോക്കിയതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം നമ്മളിപ്പം ഈ കയ്പ്പൊക്കെ പൊരിച്ചെടുത്തതില്ലേ, അപ്പം അത് അതിൻ്റെ ഏകദേശം അതിനുള്ള പാകത്തിനുള്ള മസാല നമുക്ക് പായിട്ടുണ്ട്. കാണുമ്പം കുറച്ചാണ് വിചാരിക്കുന്നത്, എങ്കിലും ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കായപ്പൊടി ചേർക്കാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. ഇതൊന്ന് നമുക്ക് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കയ്പ്പൊക്കെ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി അത് കിടന്നൊന്ന് ആവണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് വെല്ലം, നമ്മൾ ശർക്കരയില്ലേ, ശർക്കരയും വെല്ലം ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ ഇട്ടതിൻ്റെ കുറച്ചും കൂടി കഷ്ണങ്ങൾ ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടി നിന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. അതുകൂടാണ്ട് വിനാഗിരിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കയ്പ്പക്ക അച്ചാർ റെഡിയായി കുപ്പിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണേ. ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.